ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഈവനിങ് സ്നാക്കിനായിട്ടും ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റിയ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്ത് ചോപ്പറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ഒനിയൻ പൗഡർ, പിന്നെ ഇതാ ഒരു വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ വറ്റൽ മുളക്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതും ചെറുതായി കട്ട് ചെയ്ത് ഈ ഒരു ചോപ്പറിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലുള്ള വെളുത്തുള്ളിയുടെയും സവാളയൊക്കെ നല്ല രീതിയിൽ വഴറ്റിയിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മുമ്പേ തന്നെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് കാഷ്നട്ട് പേസ്റ്റാണ്. 2 ടീസ്പൂൺ കാഷ്നട്ട് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ സോയാ സോസ് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ആവശ്യം ബ്രെഡാണ്. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു ചോപ്പറിലിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചോപ്പറില്ലെങ്കിൽ നമ്മൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾക്ക് ബ്രെഡിന് പകരം ബ്രെഡ് ക്രംസൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ച ഗാർലിക് ആയാലും ഒനിയൻ ആയാലും നമ്മൾ അതിൻ്റെ പേസ്റ്റ് എൻ്റെ കയ്യിൽ പൗഡർ ഉണ്ടായത് കൊണ്ടാണ് ഞാനത് എടുത്തത്. അല്ലെങ്കിൽ നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ആവേണ്ടത്. ഇനി ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ റെഡിയാക്കി വെച്ചാലുണ്ടല്ലോ നമുക്ക് പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. വൈകുന്നേരം കുട്ടികൾക്കായാലും നമ്മൾ ഗസ്റ്റ് വന്നാൽ അവർക്കായാലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഇതുപോലെയുള്ള കുറച്ച് കവറാണ്. ഞാൻ കുറച്ച് കവർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഇതുപോലെയുള്ളൊരു പാത്രമാണ്. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഈ കവറ് വെച്ച് അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഈ ഒരു കീമ വെച്ച് കൊടുക്കണം. എന്നിട്ട് കൈ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തിയെടുക്കുക. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെക്കുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കവറോട് കൂടി തന്നെ നമ്മളിത് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേറ്റിൽ തന്നെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 പീസാണ് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ സെറ്റായതിന് ശേഷം കണ്ടില്ലേ കുറച്ചും കൂടെ ഉറച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിത് ഒന്നും കൂടെ മുകളിൽ വെച്ചിട്ട് സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് നമ്മൾക്ക് ഒന്നും കൂടെ ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് നമ്മളിത് കുറച്ച് സമയം മുമ്പേ തന്നെ പുറത്തെടുത്ത് ഇതുപോലെ വെക്കുക. ഇനി പിന്നെ നമ്മൾക്ക് ആവശ്യം ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിത് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങാണ്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ കക്കിരിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങാണ് ഇടുന്നത്. ഉരുളക്കിഴങ്ങ് ബട്ടറിൽ ഫ്രൈ ചെയ്യുമ്പോൾ എന്നുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗത്തും ഒരു ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ, ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മളിതുപോലെ പൊരിച്ചെടുക്കണം. അപ്പോൾ 2 ഭാഗത്തും ഉപ്പ് കുരുമുളക് പൊടി ഇട്ടിട്ടാണ് ഇതുപോലെ ഫ്രൈ ചെയ്യുന്നത്. നമ്മളിത് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് തന്നെയാണ് വേവിച്ചത്. എന്നാലും നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഉപ്പിടണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇതുപോലെ 2 ഭാഗത്തും നല്ല രീതിയിൽ ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ പാനിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് നമ്മുടെ ചിക്കൻ ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് നല്ലോണം വേവിച്ചെടുക്കണം. നമ്മൾ വേവിക്കാതെ അങ്ങനെ അരച്ചെടുത്തതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. 2 ഭാഗത്തും തിരിച്ചു മറിച്ചു വിട്ട് നല്ലോണം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം വെന്തു പോവില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ബർഗറിലാണ് കേട്ടോ. ബർഗറിലോ ബന്നിനോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ ബർഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ചീസ് ഇട്ട് കൊടുത്ത്
പിന്നെ ഇതാ മറ്റേ സൈഡായിട്ട് ഞാനിതാ മയോനൈസും കുറച്ച് കെച്ചപ്പും ആയിട്ട് എടുത്തത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും വെച്ച് പിന്നെ ഇതാ ഉരുളക്കിഴങ്ങ് പിന്നെ ഇതിൻ്റെ മുകളിൽ കക്കരിയാണ് വെക്കുന്നത് പിന്നെ ഇതാ തക്കാളിയും കൂടി വെച്ച് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയ ബർഗർ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കട്ടെ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അതിനേക്കാളും ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഞാൻ സാമൂലി സാൻഡ്വിച്ചിലും കൂടി ഇതേ രീതിയിൽ തന്നെ ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി നമുക്ക് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത റെസിപ്പിക്ക് വേണ്ടത് ഇതാ കുറച്ച് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ പാനിലോട്ട് ഞാൻ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ബട്ടറിലോട്ട് നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കനും ചില്ലി ഫ്ലേക്സും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ മുമ്പ് ഇട്ടത് തന്നെയാണ്. അതിൻ്റെ ബാക്കിയുള്ള മസാല കൊണ്ട് വേറെ റെസിപ്പി ഉണ്ടാക്കുന്നതെന്നുള്ളത് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇടാം കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്ക്. പിന്നെ ഇത് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കമും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസാണ് ഇടുന്നത്. ഇത് ക്രീം ചീസാണ്. മൊസറല്ല ചീസായാലും ഏത് ചീസായാലും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് കുറച്ച് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. പക്ഷേ ചാട്ട് മസാലേൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാനിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ചാട്ട് മസാലയും ഒക്കെ മിക്സായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറാണ് ഇതിന് ഉണ്ടാകുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടിയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലോണം ടൈറ്റായിട്ട് കുഴക്കണ്ട, കുറച്ചൊന്ന് ലൂസായിട്ടാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തി മാവ് പോലെ അത്രയും ഹാർഡാക്കണ്ട, കുറച്ചൊരു ലൂസിലായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മസാലയിലോട്ട് ഞാനിതാ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാ ഭാഗത്തേക്കാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വലിയ സൈസുള്ള ഉരുളയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് 5 പീസാണ് കിട്ടിയത്. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് നമ്മൾ ഈ ഒരു പൊടിയിൽ നന്നായിട്ട് ഒന്ന് 2 ഭാഗത്തേക്കാക്കി ഒന്ന് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വലുതാക്കി എടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ മസാല അതേപോലെ 5 പീസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലുത് വേണ്ട, കുറച്ച് ചെറുതാക്കിയിട്ട് 5 ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഓരോ ഉരുളയും ഈ ഒരു പൊടിയിലിട്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പൊടിയാക്കിയെടുക്കണം. ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടും പുറത്തു പോവാതെ നല്ല കറക്റ്റായിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ നമ്മുടെ മാവ് ഒന്നും കൂടെ പരത്തിയ ശേഷം ഞാൻ ഇതിൻ്റെ നടുവിലേക്ക് അഴക്കി ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് സൈഡിൽ നിന്നെല്ലാം ഒന്ന് വലിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സീൽ ചെയ്യുന്ന പോലെ ആക്കിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് അതൊക്കെ പുറത്ത് പോകും. പിന്നെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ ആ ഒരു മസാല എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് പോകട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് എല്ലാ മസാല എല്ലാ ഭാഗത്തും ആകുന്നത്. അപ്പോൾ ഇങ്ങനെ ആയ ശേഷം നമുക്കിത് ഒന്നും കൂടെ പരത്തിയെടുക്കാം. പിന്നെ ഇത് പരത്തുന്ന സമയത്ത് നല്ലോണം തിന്നാക്കി പരത്താതെ അതിൻ്റെ മസാല ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതും ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന രീതി തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പരത്തി കഴിഞ്ഞാൽ നമ്മളിതാ ബട്ടർ പേപ്പറിൽ ഒന്ന് വെച്ചെടുത്ത് 2 എണ്ണമാണ് ഇതുപോലെ ഞാൻ വെക്കുന്നത്. എന്നിട്ട് സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത് ഒരാഴ്ചയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബിസി ആയിട്ടുള്ള ഒരു ദിവസം നമുക്ക് ഈ ഒരു വീക്കെൻഡിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇത് ഫ്രീസറിലാണ് വെക്കുന്നത്. പിന്നെ 2-3 എണ്ണം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന്
കുക്ക് ചെയ്തിട്ടും കൂടി വെക്കുന്നുണ്ട്. 2 രീതിയിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ നല്ലോണം വേവിക്കാതെ ജസ്റ്റ് ഒന്ന് 2 ഭാഗത്ത് അതിൻ്റെ കളറൊന്ന് മാറുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 ഭാഗത്ത് ആ ഒരു രീതിയിൽ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ വെക്കാം. അപ്പോൾ ഇത് ഫ്രീസറിലല്ല, താഴെ തന്നെ വെച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ 2 ഭാഗത്ത് ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്കിതും സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ചൂടാറിയ ശേഷം ഞാനിതൊരു കവറിലാക്കി ഇതും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഇതുപോലെ ആക്കിയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ആ ചിക്കൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.